ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ പോയി രജനി ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ മറികടന്നു എന്ന വാർത്തയാണ് തമിഴ് മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇപ്പോൾ 22 കോടിയിലേറെയാണ് തമിഴ്നാട്ടിലെ മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ. തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു മലയാള ചിത്രത്തിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ലഭിക്കുന്നത്. കമൽഹാസൻ അഭിനയിച്ച് 1991 പുറത്തുവന്ന ഗുണ എന്ന ചിത്രത്തിന്റെ റഫറൻസുകളാണ് തമിഴ്നാട്ടിൽ ചിത്രം കയറി ഹിറ്റടിച്ചതിന് കാരണമെന്ന് വിലയിരുത്താം. 2006 കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോയ സംഭവമാണ് ചിത്രത്തിനാധാരം. ഗുണ കേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണ കേവിനകത്തെ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നു. ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സാരം. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരിച്ച മഞ്ഞുമൽ ബോയ്സിലെ കഥാപാത്രങ്ങളെയും അവരവതരിപ്പിച്ച വ്യക്തികളെയും പരിചയപ്പെടാം. സിജു ഡേവിഡും കുടുംബവും. സിനിമയിൽ സിജുവിനെ അവതരിപ്പിച്ചത് സൗബിൻ ഷാഹിറാണ്. കൃഷ്ണകുമാറും കുടുംബവും. സിനിമയിലെ കൃഷ്ണകുമാറായി നടൻ ഗണപതിയാണ് എത്തിയത്. സുജിത്തും കുടുംബവും. സിനിമയിൽ സുജിത്തിനെ അവതരിപ്പിച്ചത് അരുൺ കുര്യനാണ്. പ്രസാദും കുടുംബവും. ഖാലിദ് റഹ്മാനാണ് സിനിമയിൽ പ്രസാദിനെ അവതരിപ്പിച്ചത്. അനിൽ ജോസഫ്. കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അഫ്രാം രാധാകൃഷ്ണൻ. സുഭാഷിനെ സിനിമയിൽ അവതരിപ്പിച്ചത് നടൻ ശ്രീനാഥ് ഭാസിയാണ്. ഇത് അഭിലാഷും കുടുംബവും. സിനിമയിൽ അഭിലാഷിനെ അവതരിപ്പിച്ചത് നടൻ ചന്തു സലിം കുമാർ. സിക്സൺ ജോണിനെ സിനിമയിൽ അവതരിപ്പിച്ചത് നടൻ ബാലു വർഗീസ്. സിജു ജോൺ ഫാമിലി. സിനിമയിൽ സിജുവായി എത്തിയത് ജീൻ പോൾ. സുധീഷും കുടുംബവും. സിനിമയിൽ ദീപക് പറമ്പോലാണ് സുധീഷിനെ അവതരിപ്പിച്ചത്. അടുത്തത് ജിൻസനും കുടുംബവുമാണ്. ജിൻസനെ അവതരിപ്പിച്ച നടൻ വിഷ്ണു രഘുവാണ്.